ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള HSST കോമേഴ്സ് 127/2024 എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സിലബസ് എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലായിട്ട് 2022-23 വർഷങ്ങളിലായിട്ട് PSC ഇതേ ക്വാളിഫിക്കേഷനുള്ള എക്സാംസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ സമയത്ത് PSC ഇട്ടിട്ടുള്ള സിലബസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NVT കോമേഴ്സ് കാറ്റഗറി നമ്പർ 579/2022, 580/2022, 581/2022. അതുകൂടാതെ ലെക്ചർ ഇൻ കോമേഴ്സ് NVT കോമേഴ്സ് സീനിയർ KVHSCകൾക്ക് നടന്ന 607/2022. ഇതിനെല്ലാം ക്വാളിഫിക്കേഷൻ സെയിം ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് PSC ഇറക്കിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിലബസ് തുടങ്ങുന്നതിന് മുമ്പ് പറയാം, ഇതേ സിലബസ് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത HSST കോമേഴ്സിന് അധികമാണ്. അപ്പോൾ 99% ഇതേ സിലബസ് തന്നെയായിരിക്കും PSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കഴിഞ്ഞ തവണ കോളേജിറ്റ് എക്സാം നടത്തിയ സമയത്ത് PSC ഇറക്കിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസാണ് ഈ ഒരു സിലബസ്. ഒരു സിലബസിൽ ഓൾമോസ്റ്റ് കോമേഴ്സിൻ്റെ എല്ലാ ബെറ്റർ ആയിട്ടുള്ള ഏരിയാസും കവർ ചെയ്ത് പോകുന്ന സിലബസാണ്. അപ്പോൾ നിങ്ങൾ HSST കോമേഴ്സിന് പഠിക്കാൻ ഉദ്ദേശിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ സിലബസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ സിലബസ് വെച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സെൻറ്ററുകളുടെ സഹായത്തോടെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. LLC അക്കാഡമി ആപ്പിലും ഈ ഒരു സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ കോഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് LLC അക്കാഡമി ആപ്പ് വഴിയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ LLC അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന HSST കോമേഴ്സിൻ്റെ സിലബസ് എന്തായിരിക്കുമെന്ന്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ഇതിൽ മെയിനായിട്ട് ഓർക്കുക, സബ്ജക്റ്റിന് 70% മാർക്കാണ് ഈ സിലബസ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 30% വേറെയുള്ള ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം സബ്ജക്റ്റിൽ വരുന്ന 10 മൊഡ്യൂളുകൾക്കും ഒരു മൊഡ്യൂളിൽ 7 മാർക്ക് എന്നുള്ള രീതിയിലാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസർച്ച് മെത്തോഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയുടെ സിലബസ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരിക. ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് 7 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് തേർഡ് മൊഡ്യൂള്. ദെൻ ഫോർത്ത് മൊഡ്യൂള് വരുന്നത് ഇൻകം ടാക്സ് ആൻഡ് GST ആണ്. ഇൻകം ടാക്സ് ആൻഡ് GST ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. എല്ലാത്തിനും തന്നെ ഡീപ്പായിട്ടുള്ള സിലബസ് ആണ് PSC ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ സിലബസ് തന്നെയാണ് വരാനുള്ള സാധ്യത കൂടുതൽ. ഇനി ഓർക്ക് ഈ സിലബസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് PG ലെവലായിട്ടുള്ള സിലബസാണ്, PG ലെവൽ എക്സാം ആണ്. അതുപോലെ തന്നെ +2 കുട്ടികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ചെറിയ സിലബസ് അല്ല PSC ഇറക്കിയിട്ടുള്ള, വലിയ സിലബസ് തന്നെയാണ്. ഡീപ്പായിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഓരോ മൊഡ്യൂളിലും വരുന്ന സിലബസ് ആണുള്ളത്. അപ്പോൾ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് ഫിഫ്ത്ത് മൊഡ്യൂള്. ദെൻ സിക്സ്ത് മൊഡ്യൂള് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അതിന് 7 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫൈനാൻസ് ആണ് സെവൻത്ത് മൊഡ്യൂള്. ദെൻ നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് എയ്ത്ത് മൊഡ്യൂളിൽ വരുന്നത്. 7 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നയൻത്ത് മൊഡ്യൂള് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. ദെൻ 10th മൊഡ്യൂള് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് കൊമേഴ്സിൽ നിന്ന് വരുന്നത്. ദെൻ നെക്സ്റ്റ് സിലബസിൽ പറയുന്നത് BEdുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു 2 ടോപ്പിക്കിനും 5 മാർക്സ് വീതമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന റിസർച്ച് മെത്തഡോളജിയും ഓൾമോസ്റ്റ് സെയിം ആണ്. അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കാനില്ല. അപ്പോൾ ഈ ഒരു ഏരിയ, അപ്പോൾ റിസർച്ച് മെത്തഡോളജിൻ്റെ ഏരിയ അവർക്കൊരു 7+5 മാർക്ക്, നമുക്ക് ഒരു 12 മാർക്കിൻ്റെ ഏരിയയാണ് റിസർച്ച് മെത്തഡോളജിയുടെ ഏരിയ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഇത് പഠിച്ചു പോകുന്നതാണ് നല്ലത്.
ദെൻ നെക്സ്റ്റ് വരുന്നത് കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരളയാണ്. 20 മാർക്സ് ആണ് ഈ ഒരു പോർഷന് കൊടുത്തിട്ടുള്ളത്. അതിൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ആൻഡ് ലെജിസ്ലേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, റിനൈസൻസിൽ വരുന്നുണ്ട്. റിനൈസൻസിൽ തന്നെ സോഷ്യോ റിലീജിയസ് റിഫോംസ് മൂവ്മെൻറ്റ്സ്, സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, അവേക്കിംഗ് ത്രൂ ലിറ്ററേച്ചർ, വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, ലിറ്ററസി ഫിഗേഴ്സ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഈ ഒരു കറണ്ട് സെനാറിലെ കറണ്ട് അഫയേഴ്സും വരും. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. ഈ സിലബസ് NVT കൊമേഴ്സിന് ലെക്ചർ ഇൻ കൊമേഴ്സിന് ഈ ലാസ്റ്റുള്ള 30 മാർക്സിൻ്റെ പോർഷനിലായിരുന്നു കംപ്ലീറ്റ് സിലബസ് വന്നിട്ടുള്ളത്, കൊമേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ NVT കൊമേഴ്സ് HSST കൊമേഴ്സിൻ്റെ അതേ സിലബസിൽ MCOM പ്ലസ് സെറ്റ് പ്ലസ് BEd വെച്ച് നടത്തിയ എക്സാമാണ്. ഇതിൻ്റെ സെയിം സിലബസാണിത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. അപ്പം HSST കൊമേഴ്സിൻ്റെ പഴയ സിലബസ് വെച്ച് ആരും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഈ സിലബസ് വെച്ച് തന്നെ എന്ത് ചെയ്യുക, സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് 99.9% ഇത് തന്നെയായിരിക്കും HSST കൊമേഴ്സ്, പുതിയ HSST കൊമേഴ്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് പ്രകാരമുള്ള സ്റ്റഡീസ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് LLC അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. LLC ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് LLC അക്കാഡമി ആപ്പിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സിലബസിൻ്റെ PDF ഫയൽ ലഭിക്കണം എന്നുണ്ടെങ്കിലും LLC അക്കാഡമി ആപ്പിൽ HSST കൊമേഴ്സ് കോഴ്സിൽ ഇത് അൺലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിനോട് അനുബന്ധിച്ചുള്ള വീഡിയോ ക്ലാസ്സുകളുടെ സീരീസ് ചാനലിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ആ സമയത്ത് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്